അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടെക്സോൺ PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്ക് അറിയാം ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ഫെബ്രുവരി 10 എക്സാം ഉള്ളത്. നമ്മുടെ മുമ്പിലാകെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഏകദേശം വിരലിൽ എണ്ണാവുന്ന ഒരു ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ, നമുക്ക് എങ്ങനെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും എന്ന കാര്യമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം എക്സാം എന്നൊന്ന് നമുക്ക് നോക്കാം. 2 പേപ്പറാണുള്ളത്. ഒബ്ജക്റ്റീവ് പേപ്പർ, 2 ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം. 2 എക്സാമാണ് ഉണ്ടാവുക. ഒരു പ്രാവശ്യം തന്നെയാണ് ഉണ്ടാവാറ് ഒരു എക്സാമിൻ്റെ കൂടെ തന്നെ. ഒബ്ജക്റ്റീവ് ടൈപ്പിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ 50 മാർക്ക് GK, 30 മാർക്ക് ഇംഗ്ലീഷ്, 20 മാർക്ക് മാത്സ് എന്നിങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, അതിന് 75 മിനിറ്റ് ആണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിൻ്റെ അകത്ത് 30 മിനിറ്റ് ആണ് ഉള്ളത്. അതിനൊരു ലെറ്റർ റൈറ്റിംഗ് ഉണ്ടാകും, ഒരു പ്രിസൈസ് റൈറ്റിംഗ് ഉണ്ടാവും, ഒരു എസ്സേ റൈറ്റിംഗ് ഉണ്ടാവും. ലെറ്റർ റൈറ്റിങ്ങിൻ്റെ അകത്ത് നമുക്കൊരു ഫോർമൽ ലെറ്റർ എഴുതാം, അതല്ലെങ്കിൽ നമുക്കൊരു ഫ്രണ്ട്ലി ലെറ്റർ എഴുതാവുന്നതാണ്. പ്രിസൈസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാരഗ്രാഫ് തരും, അത് നമുക്ക് എന്ത് ചെയ്യാം, പ്രിസൈസായിട്ട് അതിനെ ഷോർട്ടാക്കിയിട്ട് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് എസ്സേ റൈറ്റിംഗ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ മാർക്ക് എസ്സേ റൈറ്റിങ്ങിനാണ് വരുന്നത്. 250 വേർഡ് എസ്സേ ആണ് നിങ്ങൾ എഴുതേണ്ടത്. അത് 20 മാർക്ക് ആണുള്ളത്. നോർമലി നമ്മൾ ഡിഗ്രി എക്സാമിനൊക്കെ അല്ലെങ്കിൽ PSC അല്ല നടത്താറ്, ഹൈക്കോർട്ട് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഓഫ് കേരളയാണ് ഈ എക്സാമും കാര്യങ്ങളും നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം നമ്മൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുമ്പിലുള്ള ടൈം കൺസ്യൂം ചെയ്യുന്നത് നമുക്ക് മാക്സിമം ഒഴിവാക്കണം. അപ്പോൾ ഞാൻ 2011 മുതലുള്ള 2016 വരെയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പിൻ്റെ എക്സാമിൻ്റെ ചോദ്യപേപ്പറും അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിൻ്റെ ചോദ്യപേപ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോ എക്സാമിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ നടത്തുന്നതിനനുസരിച്ച് നമുക്ക് ഇത് എവിടുത്തെ എക്സാം ആണെന്നുള്ള ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. എന്നാൽ നോർമലി നമ്മൾ GK പോർഷനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു ആവറേജ് മീൻസ് നോർമലി നമുക്കൊരു ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ എന്തായാലും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന GK കാര്യങ്ങളാണ് ഉണ്ടാവുക. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഹൈക്കോർട്ട് എക്സാമിൻ്റെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാം അല്ലേ, അപ്പം ഭരണഘടനയ്ക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം. അതപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഭരണഘടനയുടെ ക്ലാസ്സിൻ്റെ ലിങ്കും ഞാൻ ചുവടെ നൽകുന്നുണ്ട്. അന്നപ്പോൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് നിങ്ങൾ ആ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ഫാക്ട്സൊക്കെ നോക്കാം. ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തരുന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതൊന്ന് വർക്കൗട്ട് ചെയ്യുക. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് നിങ്ങളൊന്ന് എഴുതിയിട്ട് ലെവലാക്കുക. ലെറ്റർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ 2 തരത്തിലുള്ള ലെറ്റർ റൈറ്റിംഗ് ഉണ്ടല്ലോ, അറിയാലോ, ഒന്നെങ്കിൽ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഫോർമലായിട്ട്. അതപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ടെലഗ്രാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ @ടെക്സോൺ PSC എന്നുള്ള ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ ചാനലിൽ ഞാൻ ലെറ്ററിൻ്റെ ഒരു മോഡലും കാര്യങ്ങളൊക്കെ ഞാൻ നൽകാവുന്നതാണ്. അന്നപ്പോൾ എന്തെങ്കിലും കൂട്ടുകാരൊക്കെ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ അന്നപ്പോൾ ഇത്രയാണ് ഉള്ളത്. അന്നപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എത്രയും പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യനും പാറ്റേണൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അന്നപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, എന്നാൽ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാവുന്നതാണ്. ഓക്കെ, എന്നപ്പോൾ മറന്നു പോവാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ്റെ അകത്തുണ്ട് ചോദ്യപേപ്പർ, ആ ചോദ്യപേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവും ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.